നീ മരിച്ചു പോയാൽ നിൻ്റെ 16 സെൻറ്റ് രണ്ടായി വിഭജിച്ചിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടും. നഷ്ടമാർക്ക്, ലാഭമാർക്ക്. അപ്പം മക്കളെ, നിങ്ങളോട്, യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട ഒരു നല്ല ജീവിതം നിങ്ങൾ പാഴാക്കിയാൽ ജീവിച്ചിരിക്കുന്നവർക്ക് 2, 3, 4, 5 ദിവസം, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവരുടെ മതാചാരപ്രകാരം ഒരു സഞ്ചയനമോ 16 അടിയന്തരമോ കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം കഴിഞ്ഞു. പിന്നെ പെറ്റമ്മ ചിലപ്പോൾ കുറച്ച് ദിവസം കണ്ണുനീര് പൊഴിക്കും. അപ്പോൾ ആ 3 ദിവസം ചിലപ്പോൾ വിഷമിച്ചിരുന്നെന്ന് വരും. അത് നല്ല നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ കൂട്ടി ചാപ്പാട് പഠിച്ച് കഴിയുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ യാത്രയായി. പിന്നെ ആ വീട്ടിലുള്ളവർ മിണ്ടിയും പറഞ്ഞും അവരത് മറന്നു. എപ്പോഴും ലാഭം ജീവിച്ചിരിക്കുന്നവർക്ക് കൂട്ടത്തിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണെന്ന കണക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ചൂക്കം സംഭവിക്കില്ല, അവർക്ക് ലാഭം തന്നെ. മരിക്കുന്നവർ മറ്റുള്ളവർക്ക് കുറേ വേദന കൊടുക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു നേട്ടവുമില്ല. അപ്പോൾ മക്കളെ, നല്ലൊരു ജീവിതം അത് സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ്. പണ്ട് ഒരു കുട്ടി ജനലിൽ തൂങ്ങിച്ചത്ത ഒരു +1കാരി, അടുത്താണ്, പക്ഷെ പേരും അഡ്രസ്സും പറഞ്ഞുകൂടാലോ. ജനലഴിയിൽ കെട്ടി തൂങ്ങി. കാരണം പറഞ്ഞത് അമ്മ ചായ ഇടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വീട്ടിൽ വേറെ കുട്ടികളുണ്ട്, എന്നെ കൊണ്ടാണോ ചായ ഇടിക്കുന്നത്? നോക്കണേ, ഒരു ജീവൻ കളയുന്നതിന് പറഞ്ഞ കാരണം ആരോ വീട്ടിൽ വന്നപ്പോൾ മോൾ ഇച്ചിരി ചായ ഇടയെന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്തേക്കുക. വളരെ ആലോചിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി സമ്പാദിച്ച് വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുകുട്ടി പരാധീനങ്ങളായി ഒരു കുടുംബമായി ജീവിക്കേണ്ടവരാണ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ജന്മം തന്ന മാതാപിതാക്കളെ നിങ്ങൾ കരയിക്കാതിരിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ആത്മാവിന് പോലും എന്ത് ചെയ്യൂല, ഒരു സുഖവും മോക്ഷവും കിട്ടൂല. ആയതുകൊണ്ട് ആത്മഹത്യ, ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് മനധൈര്യമൊക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ആയതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ വിവേകമുള്ള ആരുടെയെങ്കിലും അടുത്ത്, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ സുഹൃത്തുക്കളുടെയോ ആരുടെയെങ്കിലും അടുത്ത് പോയി ഈ കഥകൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഞാൻ എന്ത് ചെയ്യണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞില്ലേ, പലരോടും നനയാതൊരു കാര്യം തുടങ്ങല്ലേ. ഒരു കാര്യവും ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു നിമിഷം ആലോചിച്ച് മറ്റൊരാളോട് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു പിന്മാറ്റം ഉണ്ടാവും. ആയതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് ജനിച്ചവർക്ക് എന്നായാലും മരിക്കണം. പക്ഷെ അത് അകാലത്തിലുള്ള മരണം ഭയങ്കര ദുഃഖം ഉണ്ടാക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.